ധന്യനായ കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരുനാഗപ്പള്ളി സെക്ഷൻ്റെ കൺവെൻഷൻ്റെ രണ്ടാം രാത്രിയിൽ കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ക്രിസ്തുവേശുവിൽ വന്ദനം ചെയ്യുന്നു. അനുഗ്രഹീതരായ ദൈവദാസന്മാരാൽ സമ്പുഷ്ടമായ ഈ സെക്ഷനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവദാസന്മാർക്ക് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്ത് നല്ല അമരത്വം വഹിക്കുന്ന സെക്ഷൻ്റെ പ്രെസ്ബിറ്റർ കർത്താവിൻ്റെ ദാസൻ കെൻഡി പാസ്റ്ററെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തന്നോടൊപ്പം സെക്ഷനിൽ കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെയും ക്രിസ്തുവിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്ന് ഈ രാത്രിയിൽ സദസ്സിലായിരിക്കുന്ന വേദിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ ദൂരത്തു നിന്ന് ചാരത്തു നിന്ന് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ദൈവജനം, ഈ ലൈവ് മീഡിയയിലൂടെ നമ്മൾ ശ്രവിക്കുന്ന ദൈവജനം, ഈ ശബ്ദവീചിയിൽ തദ്ദേശവാസികളായി ഈ ശബ്ദത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹൃദയരായ ദേശവാസികൾ എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ വചന ശുശ്രൂഷയ്ക്കായി എനിക്കായി അവസരം വേർതിരിച്ചു നൽകിയ കർത്താവിൻ്റെ ദാസനോടും സെക്ഷൻ കമ്മിറ്റിയോടുമുള്ള അഗൈതവമായ എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തുകയാണ്. അധികാരഭ്രഷ്ട് കൊണ്ട് അവകാശത്തെ നിഷേധിച്ച് ഈ ദേശത്ത് തങ്ങളുടെ അവകാശം നേടിയെടുക്കുവാനായി സമരമുറകൾ കൊണ്ടും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ട വീര്യം കൊണ്ടും മർദ്ദനമുറകൾ ഏറ്റുവാങ്ങിയും ജയിലറകളിൽ കഴിച്ചുകൂട്ടിയും തങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ വരിച്ച വീരശൂര പരാക്രമശാലികളുടെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണ് ശൂരനാടിൻ്റെ മണ്ണ്. ഈ മണ്ണിൽ നിന്നുകൊണ്ട് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി സ്വർഗമഹിമകളെ വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിൻ്റെ കരാളഹസ്തങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മാനവനെ വിടുവിക്കുവാൻ ലോകത്തിൽ അവതരിച്ച് കാൽവറി കുലക്കളത്തിലൂടെ പിശാചിൻ്റെ ചെന്നിയെ തകർത്ത് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഉയർത്തപ്പെട്ടവനായ ക്രിസ്തുവിനെ ഇന്ന് രാത്രിയിൽ ഉയർത്തുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തെ ഓർത്തു ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നിക്തമായ ഈ സമയത്ത് വചനചിന്തയ്ക്കായി വേഗത്തിൽ ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. 34-ാം വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. 34-ാം വാക്യം. രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നൊരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ഇനി 34-ാം വാക്യം വായിച്ചാണ്. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായ പ്രസംഗ വീചികൾ ഒരുപാട് മുഴങ്ങിയിട്ടുള്ള ഒരു വേദഭാഗമാണ്. നമ്മൾ പലപ്പോഴും സഭകളിലും പ്രാർത്ഥനകളിലുമൊക്കെ ഇടതടവില്ലാതെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിൽ ധ്യാനത്തിന് ദൈവാത്മനിയോഗിതമായി എൻ്റെ പക്കൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ അധ്യായത്തെ നാം ഒന്ന് വിലയിരുത്തുമ്പോൾ, അപഗ്രഥിച്ചു പഠിക്കുമ്പോൾ 3 സംഭവങ്ങൾ ഈ 5-ാം അധ്യായത്തിൽ പറയുന്നു. ഒന്ന്, നാടിനും നാട്ടുകാർക്കും തലവേദനയായി മനുഷ്യരാൽ ഒടുക്കപ്പെടാതെ ഒതുങ്ങപ്പെടാതെ കല്ലറകളിൽ വസിച്ച് നാടിന് ഭീതി വിതച്ചുകൊണ്ട് നാടിനെ നടുക്കിക്കൊണ്ട് വാണരുണ്ട ഒരു മനുഷ്യൻ്റെ മേൽ വ്യാപരിച്ച ദുരാത്മ മണ്ഡലത്തെ നല്ല കർത്താവ് ശാസിച്ചൊതുക്കി അവനെ സൗഖ്യമുള്ളവനാക്കുന്ന ഒരു മഹത്തരമായ പ്രവൃത്തിയെ ഒന്നാമത്തെ ഭാഗത്ത് കാണുന്നു. രണ്ടാമത്തെ ഭാഗത്ത് നാം കാണുന്നത് 12 സംവത്സരമായി ആരോഗ്യം ചോർന്ന് നഷ്ടപ്പെട്ട് വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് സമ്പത്ത് നഷ്ടപ്പെട്ട് തൻ്റെ അഭിമാനം നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ അധ്യായങ്ങളിലേക്ക് ജീവിതം അസ്തമിച്ചു പോകുമെന്ന് കരുതിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സഹോദരിയുടെ ജീവിതത്തിലേക്ക്
യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് അവളുടെ ബന്ധനത്തിൽ നിന്ന് അവളെ വിടുവിക്കുന്ന ചരിത്രം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. മൂന്നാമത്തെ ചരിത്രം, പള്ളിമേടയിൽ അനവരതം ശുശ്രൂഷയിൽ ആനന്ദിച്ചു മുന്നേറിയ പള്ളിപ്രമാണിയുടെ വീട്ടിനകത്ത് മരണത്തിന്റെ കരിനിഴൽ നിരാളിപ്പിടുത്തം നടത്തിയപ്പോൾ അവിടേക്ക് നടന്നു ചെന്ന് ഭയപ്പെടേണ്ട, അവൾ ഉറങ്ങുകയാകുന്നു എന്ന് പറഞ്ഞ് മരണത്തിൽ നിന്ന് അവളെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ജീവന്റെ ഉടയവനായ ഒരു നല്ല കർത്താവിന്റെ വെളിപ്പാട് ഇന്ന് രാത്രിയിൽ ഈ 3 വെളിപ്പാടുകളിൽ നിന്ന് ശൂരനാട് ദേശത്തോട്, എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് സമയബന്ധിതമായി ഞാൻ ചില നിയോഗങ്ങൾ, ദൈവം എനിക്ക് കൈമാറിയ ചില ചിന്തകൾ പറഞ്ഞ വേഗത്തിൽ എൻ്റെ വാക്കുകളെ പര്യവസാനിപ്പിക്കുവാൻ പോവുകയാണ്. ഒന്ന്, നാടിനും നാട്ടുകാർക്കും തലവേദനയായി യാതൊന്നിനാലും വിടുവിക്കപ്പെടുവാൻ കഴിയാതെ ജീവിതത്തിൻ്റെ അധ്യായങ്ങൾ ഇരുളടഞ്ഞു പോയി, വസിക്കേണ്ടത് എവിടെയെന്നറിയാതെ, ജീവിക്കേണ്ടത് എങ്ങനെയെന്നറിയാതെ, നൂൽ വസ്ത്രങ്ങൾ ശരീരത്തിൽ ധരിക്കണമെന്ന സുബോധം നഷ്ടപ്പെട്ടവന് ഇരുമ്പ് ചങ്ങലകൾക്ക് വിടുതൽ കൊടുക്കുവാനോ രൂപാന്തരപ്പെടുത്തുവാനോ കഴിയാത്തവന് ഇത് ജീവിതത്തിന്റെ ഇരുളടഞ്ഞ അധ്യായത്തിൽ നട്ടം തിരിയുന്ന ഒരുവന്റെ അരികിലേക്ക് ഉലക നായകൻ നടന്നെടുത്തപ്പോൾ അവന്റെ മേൽ വ്യാപരിച്ചിരുന്ന ഇരുളിന്റെ ആധിപത്യങ്ങൾ നിരുപാധികം ആയുധവർഗം വെച്ച് കീഴടങ്ങിയെങ്കിൽ ഇന്നു രാത്രിയിൽ ഈ ശൂരനാടിന്റെ മണ്ണിൽ ജീവിതത്തിൽ വെളിച്ചം കാണാതെ കൈപ്പോടെ ജീവിതം തള്ളി നിൽക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്നോടൊരു ദൂത് കൈമാറാനുണ്ട്. നിന്റെ ഇരുളിന്റെ ആധിപത്യങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ശക്തിയുള്ള സർവശ്രേഷ്ഠനായ ഒരു ദൈവമുണ്ട്. അവൻ ഇന്ന് പകൽ രാത്രി ഈ ഓഡിറ്റോറിയത്തിനകത്ത് അവിടുത്തെ നാമം ഉയരുകയാണ്. Hallelujah. ഈ കാലഘട്ടം ഇന്ന് പകൽ നാം കേട്ടതുപോലെ ഒരു വല്ലാത്ത കാലഘട്ടമാ, ഒരു വല്ലാത്ത കാലഘട്ടമാ. ഇത് ദുഷ്കാലമാ. MDMA-യുടെയും കഞ്ചാവിൻ്റെയും ചരസിൻ്റെയും നശീല പദാർത്ഥങ്ങളുടെയും ദുരുപയോഗം നിമിത്തം സുബോധം നഷ്ടപ്പെട്ട് വീട്ടുകാരാൽ ഒതുക്കുവാൻ കഴിയാതെ, നാട്ടുകാരാൽ ഒതുക്കുവാൻ കഴിയാതെ, നിയമ സംഹിതകൾക്ക് രക്ഷിക്കുവാൻ കഴിയാതെ, പിശാചിന്റെ നീരാളിപ്പിടുത്തത്തിൽ ആണ്ടുപോയ ഒരു യുവതലമുറയെ രക്ഷിപ്പോൾ കഴിവുള്ള ഒരു ദൈവം ഇന്നു രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നു. യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. തലമുറയുടെ വിടുതലിനെ ഓർത്ത് കരയുന്ന മാതാവേ, നിന്റെ കുടുംബത്തിന്റെ ഉദ്ധാരണയോർത്ത് നിലവിളിക്കുന്ന പല നാളുകളായി എന്റെ കുടുംബനാഥന്റെ മദ്യപാനമൊന്ന് മാറിയ, എന്റെ കുടുംബത്തിന്റെ അരക്ഷിതാവസ്ഥയൊന്ന് മാറിയ, എന്റെ ജീവിതത്തിന്റെ പരിതസ്ഥിതികൾക്ക് ഒരു അറുതി വന്നാൽ, പല സ്ഥലങ്ങൾ അന്വേഷിച്ചു, പല വിധങ്ങൾ അന്വേഷിച്ചു, പല പദ്ധതികൾ അവലംബിച്ചു, എന്നിട്ടൊന്നും വിടുതൽ കാണാതെ നട്ടം തിരിയുന്നെങ്കിൽ ഇന്ന് രാത്രി സുഹൃത്തേ, നിനക്ക് വന്നണയാൻ പറ്റുന്ന ഒരു സാന്നിധ്യം ഞങ്ങൾ ഇവിടെ ഉദ്ഘോഷിക്കുകയോ, ആ നാമമാണ് മറ്റാർക്കും തരുവാൻ കഴിയാത്ത രക്ഷ നൽകുന്ന യേശു എന്ന ഏകനാമം. ഇതിനകത്തിരിക്കുന്ന പല ദൈവമക്കൾക്കും അനുഭവ സാക്ഷ്യങ്ങളോട് ചാലിച്ചു പറയാൻ കഴിയും. ഇന്നലകളിൽ ആരാലും ഉദ്ധരിക്കുവാൻ കഴിയാതെ, ആരാലും വിടുവിക്കപ്പെടുവാൻ കഴിയാതെ, ആരാലും രക്ഷ നൽകപ്പെടുവാൻ കഴിയാതെ, ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ ഒടുങ്ങി തീരത്തേയുള്ളൂ എന്ന് പറഞ്ഞ് നടന്ന മണ്ഡലത്തിലേക്ക് നടന്നെടുത്തു വന്ന ഒരു അരുമരക്ഷകന്റെ സാന്നിധ്യത്താൽ, അരുമരക്ഷകന്റെ കരസ്പർശത്താൽ എനിക്കുണ്ടായ വിടുതൽ ഇന്ന് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ, ഉല്ലാസത്തോടെ കർത്താവിനെ ആരാധിക്കാൻ എനിക്ക് ആത്മബലം തരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ വിഷയം എത്ര കഠോരവുമാകട്ടെ, ഞാനിങ്ങനെ പറയാം, ഇരുമ്പ് ചങ്ങലകൾക്കോ ജയിലറകൾക്കോ മർദ്ദനമുറകൾക്കോ ഇവിടുത്തെ നീതിപാലകന്മാർക്കോ ന്യായ വ്യവസ്ഥകൾക്കോ ഭരണ സംവിധാനങ്ങൾക്കോ നിന്റെ കുടുംബത്തിന്റെ അരക്ഷിതാവസ്ഥകൾക്ക് ഒരു പരിഹാരം നൽകി തരുവാൻ കഴിയാതെ പല വാതിലുകൾ മുട്ടി മതസംവിധാനങ്ങളെ അവലംബിച്ചു നോക്കി, ഗുരു ആചാര്യന്മാരുടെ പിന്നാലെ പോയി നോക്കി, പണം പല വഴിക്ക് ചെലവഴിച്ചു
വിളിച്ചു നോക്കിയിട്ടും രക്ഷയില്ലാതെ, ഒന്നിനാലും ഒതുക്കപ്പെടുവാൻ കഴിയാതെ നിന്റെ കുടുംബത്തെ ഇരുളിന്റെ അന്ധതമസിൽ തളച്ചിട്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾക്ക് അറുതി വരുത്താൻ, അവനെ ശാസിച്ച് പുറത്താക്കാൻ അധികാരമുള്ള ഒരു യേശു ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരെ കരങ്ങളെ ചേർത്തടിച്ച് ആ നല്ല കർത്താവിനോട് നന്ദി പറഞ്ഞിട്ട് ഇന്ന് രാത്രി അതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ, ഞങ്ങളെപ്പോലുള്ള അഭിഷക്തന്മാർ ഇവിടെ നിന്ന് വെറുതെ ഒരു കഥാപുസ്തകത്തിലെ ആരോ എഴുതി വെച്ച ഭാവനാത്മകമായ ഒരു കഥ പറഞ്ഞു പോകുകയല്ല. ചരിത്രത്താളുകളിലൂടെ നടന്നു നീങ്ങി മാനവകുലത്തെ തൊട്ടുണർത്തി സ്പർശിച്ചു വിടുവിച്ചും ചരിത്രത്തിൽ താൻ അതുല്യനായ ദൈവമെന്ന് തങ്കലിപികളാൽ എഴുതി ചേർത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവം ഞങ്ങളെ തൊട്ടതുകൊണ്ട് അത് അനുഭവിക്കുന്നവരാ. യോഹന്നാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ അനുഭവിക്കുന്നതുമായ ജീവന്റെ വചനമാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ചിന്തയിലേക്ക് നാം വരുമ്പോൾ, ഞാൻ ഒന്നാമത്തെ ഭാഗത്തിന്റെ അവസാനത്തെ ഒരു ചിന്തയൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അവിടെ ഭൂതഗ്രസ്തനായി, ആർക്കും വേണ്ടാതെ, ആരും അടുത്തു വരാൻ, ആരും ചേർത്തു പിടിക്കാൻ ഇല്ലാതെ നട്ടം തിരിഞ്ഞവനെ കുറിച്ച് ആ ഭാഗം പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ മനോഹരമായ ഒരു ചിത്രം അവിടെ വരച്ചു കാട്ടുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി, സുവിശേഷത്തിന്റെ വക്താവായി അവൻ വെളിപ്പെട്ടു വരികയാ. നല്ലൊരു മിഷണറിയായി ദൈവം അവനെ വാർത്തെടുത്തു. സമൂഹത്തിന് കൊള്ളാകുന്നവനായി, കുടുംബത്തിന് വേണ്ടപ്പെട്ടവനായി, ദേശത്തിന് അനുഗ്രഹമായി, സാമൂഹികമായ വിപത്തുകളിൽ നിന്ന് സമൂഹത്തെ ഉദ്ധരിക്കുന്ന ഒരു അഭിഷക്തനായി അവനെ രൂപാന്തരപ്പെടുത്താൻ എന്റെ യേശുവിന് കഴിഞ്ഞെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ കേൾക്കുന്ന ഒരു മതപ്രസംഗമല്ല, പിന്നെ എന്താ? മാനവനെ രൂപാന്തരപ്പെടുത്തി നല്ല മനുഷ്യനാക്കാൻ കഴിയുന്ന ഒരു സുവിശേഷത്തിന്റെ മാറ്റൊലിയ ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്നത്. ഇന്ന് രാത്രിയിൽ ആ ശബ്ദം നിങ്ങളുടെ കാതുകളിലേക്ക് അടുത്തു വരുമ്പോൾ വിഷയം എത്ര കഠിനവുമാകട്ടെ, എത്ര വേദനാജനകവുമാകട്ടെ, യേശുവേ നാഥാ, ആ ലഗ്യോൻ ബാധിച്ച മനുഷ്യരെ വിടുവിച്ച അങ്ങ് എന്റെ കുടുംബത്തിൽ വന്ന് എനിക്കൊരു വിടുതൽ തരണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് നിന്റെ കൂടാരത്തിലേക്ക് ഇന്ന് രാത്രി യേശു കർത്താവ് ഇറങ്ങി വരികയാ. ഹല്ലേലൂയ. രണ്ടാം ഭാഗത്ത് നാം കാണുന്നത് 12 വർഷമായി രക്തസ്രവം ബാധിച്ച ഒരു സ്ത്രീ, രോഗമെന്ന പരിഗണനയിൽ അവൾ ചികിത്സ ആരംഭിച്ചു. 12 വർഷം ചികിത്സ ആരംഭിച്ചു, ചികിത്സ നടത്തി. തനിക്കുണ്ടായിരുന്ന ആസ്തി മുഴുവനും തീർന്നു. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കിടക്കാടം പോലും വിറ്റ് ചികിത്സ ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് പോയി. വിഷയമറിയുന്നില്ല, പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന ഒരു രോഗമണ്ഡലത്തിന് ചികിത്സ. ഇന്ന് രാത്രി എനിക്ക് എൻ്റെ കേൾവിക്കാരോട് ഒരു ദൂത് പറയാനുണ്ട്. ദൈവവൈദ്യലേ, രോഗമെന്ന രൂപേണെ കുടുംബത്തിൻ്റെ സ്ഥിതിഗതികളെ കവർന്നു തിന്നുന്ന വല്ല പൈശാചിക മണ്ഡലത്തിൻ്റെയും നീരാളിപ്പിടുത്തത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജീവിതം ഇന്ന് രാത്രി ദൂത് കേൾക്കുന്നെങ്കിൽ നിന്നെ വിടുവിക്കാൻ ആ നാഥനോടുള്ള വിശ്വാസത്ത്, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിന്റെ സ്പർശത്ത് നിന്റെ കുടുംബത്തിന് ഒരു ഉദാഹരണം ഇന്ന് രാത്രി നൽകുവാൻ എന്റെ ദൈവശക്തനത്രേ. ഹല്ലേലൂയ. നമ്മുടെ ഈ നാട്ടിൽ എത്രയോ പേരാണെന്ന് നാളേറെയായിട്ട് ചികിത്സ നടത്തുന്നു. പക്ഷേ ഹല്ലേലൂയ, പണമെല്ലാം തീർന്നിട്ടും വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ, രോഗത്തിന് ശമനം പ്രാപിക്കുവാൻ കഴിയാതെ, ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുവാൻ കഴിയാതെ, മരണമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് പറഞ്ഞ് ജീവിതത്തിൽ കൈപ്പോടെ തള്ളി നിൽക്കുന്ന നിമിഷങ്ങളിലായിരിക്കുന്ന വ്യക്തിത്വമേ, ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുകയാ. ഈ ഓഡിറ്റോറിയത്തിനകത്തോ ഇതിന് പുറത്തോ ഈ ശബ്ദവിജി ശ്രവിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ കൈപ്പോടെ രോഗത്തിനു വേണ്ടി പല നാൾ ചികിത്സിച്ച് ധനം മുഴുവൻ ചിലവഴിച്ചിട്ട് ഉദാഹരണം വന്നിട്ടില്ലെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഇരുളിന്റെ വ്യാപാരങ്ങളെ അതൊരു ബാധയായി നിന്റെ കൂടാരത്തിലേക്ക് കടത്തിവിട്ട് നിന്റെ നന്മകളെ ചോർത്തിക്കളയുന്ന ഇരുളിന്റെ ആധിപത്യങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ നാം പാടുന്നുണ്ട്, അവൻ എന്നെ തൊട്ടാൽ
ഞാൻ അവനെ തൊട്ടാൽ സൗഖ്യമുണ്ടെന്ന നാമത്തിൽ ഇന്ന് രാത്രിയിൽ വിശ്വാസത്താ നിന്റെ ഹൃദയം ഒന്ന് തുറന്ന് ആ യേശുവിനെ തൊടാൻ നീ ഒന്ന് തയ്യാറായ നിന്റെ കുടുംബത്തിന്റെ അരക്ഷിതാവസ്ഥകൾക്ക് അറുതി വരുത്തി ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവ് ഈ രണ്ടാം ഭാഗത്ത് വെളിപ്പെട്ടു നിൽക്കുകയാണ്. ഈ സഹോദരിയുടെ അവസ്ഥകളെ നാം ഒന്ന് വിലയിരുത്തിയാൽ അവൾ ശാരീരികമായി പീഡനം അനുഭവിക്കുന്നവൾ, മാനസികമായി തകർന്നിരിക്കുന്നവർ, സാമൂഹികമായി എല്ലാ തലങ്ങളിലും മനുഷ്യന്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കുവാൻ കഴിയാതെ ആസ്തി നഷ്ടപ്പെട്ട, ആരോഗ്യം നഷ്ടപ്പെട്ട, അഭിമാനം നഷ്ടപ്പെട്ട ഒരു ഇരുളടഞ്ഞ മുറിയിൽ സമൂഹം ചുമത്തിക്കൊടുത്ത അവൾ നിൽക്കുന്ന സംവിധാനം ചുമത്തിക്കൊടുത്ത മരണവിധിയും പേറിക്കൊണ്ട് നാളുകൾ തള്ളി നീക്കി. പക്ഷെ അവളുടെ അരികിലേക്ക് ഒരശരീരി പോലെ മുഴങ്ങി വന്ന യേശുവിന്റെ വർത്തമാനം കേട്ടപ്പോ അവൾ പുറപ്പെട്ടു വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. അവൾ മതത്തിന്റെ വിധിയെഴുത്തുകളെ വിലംഘിച്ചുകൊണ്ട് യേശുവിനെ തൊടാൻ തയ്യാറായപ്പോ അവന്റെ കുടുംബത്തിന് രക്ഷ വന്നെന്ന്, അവളുടെ ജീവിതത്തിന് രൂപാന്തരം വന്നെന്ന്. ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും നിന്റെ അവസ്ഥ മാറണമെങ്കിൽ? സമൂഹം നിന്റെ മേൽ ചുമത്തി വെച്ചിരിക്കുന്ന വിധിയെഴുത്തുകളെ, കൂച്ചുവിലക്കുകളെ പൊട്ടിച്ചറിഞ്ഞുകൊണ്ട് ആത്മമണ്ഡലത്തിൽ മുന്നേറാൻ തയ്യാറുണ്ടോ? ഈ യേശുവിനെ കരം പിടിക്കാൻ തയ്യാറുണ്ടോ? നിന്റെ കുടുംബത്തിന് ഉദാഹരണം നൽകുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. വേഗത്തിൽ ഞാൻ പോകട്ടെ. മൂന്നാമത്തെ തലത്തിൽ ഈ നാം കാണുന്നത് പള്ളിപ്രമാണി ആയി നിലകൊള്ളുന്ന യായിറോസ്, സമൂഹത്തിൽ നിലയും വിലയുമുള്ള, അംഗീകാരമുള്ള, പള്ളിയുടെയും പള്ളിമേടയുടെയും ഒരുപാട് അനുഭവങ്ങളുള്ള, അഭിമാനങ്ങളുള്ള ആ മനുഷ്യന് മനസ്സിലായി നാളേറെയായി ഞാൻ ചിലവഴിച്ച സംവിധാനങ്ങൾക്ക് എൻ്റെ കൂടാരത്തിനകത്ത് മരണവിധികളെ മാറ്റി എഴുതാൻ കഴിയത്തില്ല, എൻ്റെ കൂടാരത്തിൻ്റെ അകത്ത് നിശ്ചലാവസ്ഥകൾക്ക് പരിഹാരം നൽകാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ പള്ളിമേട വിട്ട് താഴേക്കിറങ്ങി വന്നിട്ട് യേശുവിൻ്റെ അരികിൽ വന്ന് പറയും, യേശുവേ, ഇതുവരെ അങ്ങയെ പുറത്തു നിർത്തി ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക്, സംവിധാനങ്ങൾക്ക്, പേരുകെട്ട ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എനിക്കൊരു വിടുതലില്ല. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കി അവയ്ക്ക് നൽകാൻ കഴിയാത്ത ഒരു രക്ഷയുടെ പദ്ധതി എന്റെ യേശുവിലുണ്ട്. അങ്ങ് എന്റെ കരം പിടിച്ച് എന്റെ വീട്ടിലേക്കൊന്ന് വരണം. ആ നിമിഷം അവന്റെ കൂടാരത്തിനകത്ത് ദൈവപ്രവർത്തി ചലിക്കാൻ തുടങ്ങി. ഒരു ഭാഗത്തു നിന്ന് യേശു നടന്നെടുക്കുമ്പോൾ മറുഭാഗത്തു നിന്ന് മരണത്തിന്റെ കരാളഹസ്തം ആ കൂടാരത്തെ വിഴുങ്ങുവാൻ ആരംഭിക്കുക. ശ്രദ്ധിക്കണമേ, ഇടയിൽ പിന്തിരിപ്പൻ വീട്ടുകാര് വന്ന് പറഞ്ഞു, ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, മകൾ മരിച്ചുപോയി. പക്ഷെ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കരം ചേർത്ത് പിടിച്ചത് നിന്റെ വിടുതലിന്റെ കാരണക്കാരനായ നല്ല കർത്താവിനെ ആണെങ്കിൽ ആ വാക്ക് കാര്യമാക്കണ്ട. നിന്റെ കൂടാരത്തിന് മരണം നീക്കി ജീവനിലേക്ക് മടക്കി കൊണ്ടുവരാൻ ജീവദായകന് ഞാൻ നിന്റെ വീട്ടിലേക്ക് നടന്നെടുക്കുകയാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാനിങ്ങനെ പറയട്ടെ, പള്ളിക്ക് പട്ടത്വത്തിന്, പ്രമാണത്വത്തിന്, സമൂഹത്തിന്, ന്യായ വ്യവസ്ഥകൾക്ക് നൽകാൻ കഴിയാത്ത ദിവ്യമായ ദൈവിക വിടുതലുകളെ നമ്മുടെ ജീവിതത്തിൽ തന്ന്, നമ്മുടെ സമൂഹത്തിൽ തന്ന് ദുർഗതികൾ കന്തം വരുത്തിക്കൊണ്ട് ആത്മമണ്ഡലത്തിന് നിയോഗം പകർന്നു നമ്മെ ഉദ്ധരിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 4:12 വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം, അത് യേശു എന്ന ഏകനാമം. ഇന്ന് രാത്രി ആ മനോഹരമായ, ആ നിത്യമായ നാമത്തിനു മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുത്തുകൊണ്ട്, നമ്മുടെ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്തുകൊണ്ട് ആ കർത്താവിനോട് പറയാമോ, നല്ല കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നമ്മുടെ സാന്നിധ്യം വേണം. എൻ്റെ ഇരുളടഞ്ഞ അധ്യായത്തിൽ, എൻ്റെ വേദന നിറഞ്ഞ അധ്യായത്തിൽ പണത്തിന് നൽകാൻ കഴിയാത്ത, സമൂഹത്തിന് നൽകാൻ കഴിയാത്ത, സംവിധാനങ്ങൾക്ക് നൽകാൻ കഴിയാത്ത, മറ്റൊരു ഇടപാടുകൾക്ക് നൽകാൻ കഴിയാത്ത ആ ദിവ്യമായ ദൈവിക വിടുതൽ ഇന്ന് രാത്രി പ്രാപിച്ച് എൻ്റെ കൂടാരത്തിലേക്ക് മടങ്ങാൻ അങ്ങൻ്റെ രക്ഷകനായി, എൻ്റെ കർത്താവായി, എൻ്റെ ഉടയവനായി എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് ഒന്നിറങ്ങി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം നൽകി തന്ന കർത്താവിൻ്റെ ദാസന്മാരുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം
ദൈവം താളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.